എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ബ്രെഡ് 4 എണ്ണം, ചിക്കൻ ഉപ്പിട്ട് വേവിച്ചത് 1/2 കപ്പ്, സബോള പൊടിയായി അരിഞ്ഞത് 1/4 കപ്പ്, കാപ്സിക്കം പൊടിയായി അരിഞ്ഞത് 1/4 കപ്പ്, കുരുമുളക് പൊടി 1 സ്പൂൺ, സെലറി ചെറുതാക്കി അരിഞ്ഞത് 1 സ്പൂൺ, പച്ചമുളക് പൊടിയായി അരിഞ്ഞത് 1 സ്പൂൺ, ബട്ടർ, ചീസ് ആവശ്യത്തിന്. നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് കാപ്സിക്കം, സബോള, പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്, സെലറി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ മയോണൈസിൻ്റെ കാര്യം ഞാൻ മുമ്പേ കാണിക്കാൻ മറന്നു. 3 ടീസ്പൂൺ മയോണൈസ് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമുക്കിതൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്താണ് ഈ ഫില്ലിങ് റെഡി ആക്കിയിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് ഒന്ന് ചൂടാക്കാം. ബട്ടർ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരേ സൈഡ് മാത്രം ഇപ്പോൾ ചൂടാക്കിയാൽ മതി. അത് ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ് ആ സൈഡിൽ, അതുപോലെ തന്നെ ഫില്ലിങ് അടയ്ക്കാനായിട്ടുള്ളതാണ്. പിന്നെ മറ്റേ സൈഡ് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ചൂടാക്കി എടുത്തിരിക്കുന്നത്. ആ സൈഡിൽ വേണം നമ്മളിതിൻ്റെ ഫില്ലിങ് നിറയ്ക്കാനായിട്ട്. മറ്റേ സൈഡ് നമ്മൾ രണ്ടാമതും ബട്ടറൊക്കെ ആക്കിയിട്ട് ചൂടാക്കുന്നതായിരിക്കും. പിന്നെ ഫില്ലിങ് നിറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി നിറയ്ക്കണം. അതായത് ചിക്കൻ്റെ ഫില്ലിങ് നമ്മൾ ഒത്തിരി കൂടുതൽ നിറച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഇത്തിരി കൂടുതൽ നിറയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രെഡാണ്, സാൻഡ്വിച്ച് ബ്രെഡല്ല. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. ഇത് ഫില്ലിങ് കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ഒരു ചീസ് വെക്കുന്നതാണ്. ചീസ് വെക്കുമ്പോൾ ഒത്തിരി കൂടി ടേസ്റ്റ് കൂടും. ചീസ് ഇല്ലെങ്കിലും ഇതിന് ടേസ്റ്റ് ഉണ്ട്. എങ്കിലും ചീസ് വെച്ച് നമ്മൾ ഒന്നും കൂടി ചൂടാക്കുന്ന സമയത്ത് അതൊക്കെ ഉരുകി പിടിക്കുമ്പോൾ ഒത്തിരി കൂടി ടേസ്റ്റാണ്. ഇനി നമുക്കിത് അടയ്ക്കാം. അതായത് നമ്മൾ ചൂടാക്കിയ ഭാഗം കൊണ്ട് വേണം നമ്മൾ അടയ്ക്കാനായിട്ട്. നമ്മളിനി ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് ഈ ഫില്ല് ചെയ്ത സാൻഡ്വിച്ചുകൾ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് സിമ്മിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നാളെ എൻ്റെ അമ്മയുടെ 76ാം പിറന്നാളാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയണേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. ഇത് കൈ പൊള്ളാതെ അതുപോലെ പൊട്ടാതെയും സൂക്ഷിച്ച് വേണം ഇത് മറിച്ചിടാനും ഇതിനൊക്കെ. ഇനി ഒന്നും കൂടി നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവേണ്ടതാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് എല്ലാവർക്കും വേഗത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും ഇതുപോലെ ചെയ്യാം. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക്
മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.